ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ആയിരിക്കുന്നത്. ജീവിക്കുന്ന ദൈവത്തെ നേരിട്ട് കാണാനായിട്ടും അനുഭവിക്കാനായിട്ടും ഭാഗ്യം ലഭിച്ച ജനതയാണ് നമ്മൾ. ഈ വിശുദ്ധ കുർബാന യേശുവിന്റെ യഥാർത്ഥ ശരീരവും രക്തമായി മാറിയ അനേക സംഭവങ്ങൾ ലോകത്തിലുണ്ട്. 1216 ജർമ്മനിയിലെ ബെന്നിങ്ങനിൽ നടന്ന ഒരു അത്ഭുതം ഇങ്ങനെയാണ്. ജർമ്മനിയിലെ ബെന്നിങ്ങനിൽ 1216 അവിടെ 2 പേര് മില്ല് നടത്തുന്നുണ്ടായിരുന്നു. ആ മില്ല് നടത്തുന്ന സ്ഥലത്ത് അവർ തമ്മിൽ വലിയ കോമ്പറ്റീഷനായി. ആ കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് തന്നെ പലപ്പോഴും കിടമത്സരങ്ങളും ഏറ്റുമുട്ടലുകളും ഒക്കെ അവിടെ നടന്നിരുന്നു. അപ്പോൾ പരസ്പര വൈരാഗ്യം വന്നു കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് മറ്റേയാളെ തകർക്കാനുള്ള മാർഗം എന്താണെന്ന് അദ്ദേഹം അങ്ങനെ ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കുബുദ്ധിയിൽ തോന്നിയ ഒരു ചിന്ത ഇതാണ്. അദ്ദേഹം പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിച്ചു, നാവിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. എന്നാൽ അത് ഇറക്കിയില്ല. അത് നാവിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് അദ്ദേഹം അത് പൊതിഞ്ഞു വെച്ച് അടുത്ത മില്ലുകാരന്റെ മില്ലിൽ കൊണ്ടുവച്ചു. അവനത് അറിയുന്നില്ല. ആ കാലഘട്ടത്തിലാണെങ്കിൽ വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹമൊക്കെ കൊണ്ട് ഈ കുർബാനയെ അവഹേളിച്ചാൽ തീർച്ചയായിട്ടും ആ വ്യക്തി മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളനനാകും, പള്ളിയിൽ നിന്ന് പുറത്താക്കപ്പെടും ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തെ അപമാനിക്കാനായിട്ടാണ് ഈ വ്യക്തി തീരുമാനിച്ചത്. അങ്ങനെ ആ മില്ലിൽ കൊണ്ടുവച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ സംഭവിച്ചത്, ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് രക്തം ഒഴുകാനായിട്ട് തുടങ്ങി. ധാരാളമായ രക്തം ഒഴുകാൻ തുടങ്ങിയപ്പോഴാണ് മറ്റുള്ളവർ ഇത് കാണുന്നത്. അപ്പോൾ അവര് ഇതെന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഒരു തിരുവോസ്തി അവിടെ ഇരിക്കുന്നു, അതിൽ നിന്ന് രക്തം ഒഴുകുന്നു. ഉടൻ തന്നെ നാട്ടുകാരെല്ലാവരും അറിഞ്ഞു, എല്ലാവരും ഓടി വന്നു. പിന്നെ വികാരിച്ചൻ വന്നു, അതുപോലെ തന്നെ ബിഷപ്പിനെ കൊണ്ടുവന്നു. അവര് ഈ വിശുദ്ധ കുർബാന ഒരു പേടകത്തിലാക്കി അത് പള്ളിയിലേക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് ഈ കൊണ്ടുവച്ച മില്ലിന്റെ ഉടമയ്ക്ക് മാനസാന്തരം ഉണ്ടായത്. ഞാനാണല്ലോ തെറ്റ് ചെയ്തത്, യേശുവിന്റെ ശരീരത്തെ ഞാനാണല്ലോ അപമാനിച്ചത്, അത് തെറ്റായി പോയി എന്നുള്ള ബോധ്യം ഉണ്ടായപ്പോൾ അദ്ദേഹം പോയി കുമ്പസാരിക്കുകയും പരസ്യമായിട്ട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. അവിടെ ആ ദേവാലയത്തിൽ അത് സ്ഥാപിക്കപ്പെട്ടു. അതിന്റെ ചിത്രം ആ ദേവാലയത്തില് ബെന്നിങ്ങനില് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ വിശുദ്ധ കുർബാനയെ അവഹേളിക്കാൻ നോക്കിയപ്പോഴും ഒരു അത്ഭുതത്തിലൂടെ യേശുവിന്റെ സാന്നിധ്യത്തെ അവിടെ വെളിപ്പെടുത്തുകയും അവർ തമ്മിൽ ഐക്യമുണ്ടാകുകയും കൂടിയാണ് ചെയ്യുന്നത്. വിശുദ്ധ കുർബാനയെ അവഹേളിക്കാൻ ശ്രമിക്കുമ്പോഴും ആ വിശുദ്ധ കുർബാന അവരെ ഐക്യപ്പെടുത്തുകയാണ് ചെയ്തത് എന്നുള്ള വലിയൊരു അത്ഭുതവും കൂടിയാണ് അവിടെ നടന്നത്. ഒന്ന് ചേർന്ന് പറയുമ്പോ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ അനേക അത്ഭുതങ്ങൾ ഈശോ ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ ജീവിക്കുന്ന ദൈവത്തിന്റെ തിരുസന്നിധിയിലാണ് നമ്മളെന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മളെ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും തിരിച്ചറിയുന്ന ഈ ദൈവസാന്നിധ്യത്തിനായിരിക്കാനായിട്ട് ഈ ഭൂമിയിൽ നമുക്ക് കിട്ടിയ വലിയ കൃപയെ ഓർത്ത് ഒന്ന് ചേർന്ന് നന്ദി പറഞ്ഞ് സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ആരാധന, 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 ആരാധന. യേശുനാമത്തിൽ ആശീർവദിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ ഉദ്ധിതനായിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളെയും പൗരത്തിന്റെ അധികാരത്തിൽ, പൗരത്തിന്റെ കൂട്ടായ്മയിൽ മാർപ്പാപ്പാടെ മെത്രാന്റെ അധികാരത്തിൽ കീഴുന്നുണ്ട്, മാർപ്പാപ്പാടെ മെത്രാമാരുടെ അധികാരത്തിൽ കീഴുന്നുണ്ട് ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, യേശുവിന്റെ കാൽച്ചോട്ടിലേക്ക് ബഹിഷ്കരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ അനുദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ചില വിഷമതകൾ എനിക്ക് ഉണ്ടാകുന്നത് എന്ന് ഓരോ വ്യക്തിയും ചിന്തിക്കുന്ന ഒരു മേഖലയെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് ചില വിഷമതകൾ തുടർച്ചയായിട്ട് എനിക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്? എല്ലാവർക്കും കഷ്ടതകളൊന്നും ഇല്ലല്ലോ, എനിക്ക് മാത്രം എന്താണ് ഈ പ്രശ്നം? അനേകം പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എനിക്ക് മാത്രം എന്താ പ്രശ്നം? എന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? എന്താണ് ഇതിന്റെ കാരണം എന്ന് അനേകം പേര് ചോദിക്കാറുണ്ട്. ഈ പ്രശ്നത്തിന് ഉത്തരം നമ്മളൊന്ന് അന്വേഷിക്കുമ്പോൾ വചനത്തിലൂടെയാണ് അതിന്റെ ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടത്. ചില പറയും, ചിലർക്ക് ഈശോയുടെ അടുക്കും തോറും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടായിരിക്കുന്നത്.
അടിക്കടി പുരോഗതിയാണ് ഉണ്ടാകുന്നത്. വേറെ ചിലര് ഈശോയുടെ അടുക്കും തോറും കൂടുതൽ സഹനം ഉണ്ടാകുന്നു, കൂടുതൽ കഷ്ടപ്പാടുണ്ടാകുന്നു, കൂടുതൽ സങ്കടങ്ങൾ ഉണ്ടാകുന്നു, കൂടുതൽ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നു. എന്താ ഇങ്ങനെ എന്നൊരു ചിന്ത പലരിലും ഉണ്ടാകാറുണ്ട്. യെശയ്യാ പ്രവാചക പുസ്തകത്തിലെ 30-ാമത്തെ അധ്യായത്തില് 20-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. യെശയ്യാ 30:20, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല. ചിലർക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവുമാണ് ദൈവം നൽകുന്നത്. ചിലർക്ക് പാനപാത്രങ്ങളാണ് കൊടുക്കുന്നത്. സകലത്തിന്റെ പാനപാത്രങ്ങളാണ് ചിലർക്ക് അനുവദിച്ചു കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ട്. അങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ഉത്തരം കണ്ടെത്തണമെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് മാറണം എന്നുള്ളതാണ്. നമ്മുടെ വിളിയെ പറ്റിയുള്ള ബോധ്യം, നമ്മുടെ വിളിയെ പറ്റിയുള്ള ബോധ്യമാണ് അതിന് ഉത്തരം തരുന്നത്. നമ്മുടെ ഈ നമുക്ക് 2 ലോകങ്ങളുണ്ട്. അതാണ് ആ കാഴ്ചപ്പാട് കൃത്യമായാലേ ഇതിന്റെ ഉത്തരവും കിട്ടുകയുള്ളൂ. 2 ലോകങ്ങളുണ്ട്. ഒരു ലോകം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകം. മറ്റൊരു ലോകമുണ്ട്, അത് വരാനിരിക്കുന്ന ലോകം. ഇത് രണ്ടും നമ്മുടെ ഹൃദയത്തിൽ വ്യക്തമായ ബോധ്യം ഉണ്ടാകും. ഈ ലോകത്തെ പറ്റി നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. വരാനിരിക്കുന്ന ലോകത്തെ പറ്റി വ്യക്തമായ ബോധ്യത്തിന്റെ കുറവ് നമുക്കുള്ളതാണ് നമ്മുടെ ആത്മീയ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിലെ ബഹുമാനം, ഈ ലോകത്തിലെ സന്തോഷം, ഈ ലോകത്തില് എങ്ങനെ സുഖത്തിൽ ജീവിക്കാം എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ ഈ ലോകത്തിൽ എങ്ങനെ രോഗമില്ലാതെ ജീവിക്കാം, എങ്ങനെ സകലമില്ലാതെ ജീവിക്കാം, എങ്ങനെ സന്തോഷം മാത്രമായിട്ട് ജീവിക്കാം എന്നൊരു കാഴ്ചപ്പാട് നമുക്കുപയോഗമുണ്ട്. എന്നാൽ വരും ലോകത്തെ പറ്റിയുള്ള ശക്തമായ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ വരുന്ന ഓരോ കാര്യത്തിനും വരും ലോകത്തിൽ കിട്ടുന്ന ഒരു കൃപയെ പറ്റി ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുള്ളൂ. ഒന്ന് ചേർന്ന് പറയുമ്പോ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വരും ലോകത്തിലേക്ക് ഇന്നത്തെക്കാളും ബഹുമാനം വേണം, ഇന്നത്തെക്കാളും മഹത്വം വേണം, ഇന്നത്തെക്കാളും അഭിഷേകമുള്ള ജീവിതം ആ ഒരു വരും ലോകത്തിലേക്ക് വേണം. ആ ഒരു ചിന്ത, ആ ഒരു ആഗ്രഹം, ആ ഒരു പ്രതീക്ഷയാണ് ഒരു ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം. ഒന്ന് ചേർന്ന് പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശരിയായ ജ്ഞാനം നമ്മിലേക്ക് നിറയുമ്പോഴാണ് നിരാശകൾ മാറുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടോളുക. നിരാശകൾക്ക് കാരണമായ ചില അടിസ്ഥാന കാര്യങ്ങളെ മാറുന്നതിന് വേണ്ടിയിട്ടുമ്പോഴാണ് പ്രബോധനം സ്വീകരിക്കേണ്ടത്. മത്തായിയുടെ സുവിശേഷത്തിൽ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അഷ്ടാംഗ ഭാഗ്യങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില് 5-ാമത്തെ അധ്യായത്തിലാണ് അഷ്ടാംഗ ഭാഗ്യം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയെ. അഷ്ടാംഗ ഭാഗ്യങ്ങൾ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർ സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. അപ്പൊ ഈ 2 ലോകത്തെ പറ്റിയാണ് ഇതിനകത്ത് കാഴ്ചപ്പാടുള്ളത്. ഈ ലോകത്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? ദരിദ്രൻ ആയാലോ അത് ഭാഗ്യമില്ലാത്ത അവസ്ഥ. ഇവിടെ പറയുന്നത് ആത്മാവിൽ ദരിദ്രൻ ഭാഗ്യവാന്മാർ. ഭാഗ്യം കെട്ട അവസ്ഥയെ പറ്റി ഈ ലോകം പറയുമ്പോൾ ഭാഗ്യമുള്ള അവസ്ഥയെ പറ്റി ദൈവം പറയും. ഈ കാഴ്ചപ്പാട്, ഈ ബോധ്യമാണ് നമ്മുടെ നിരാശകളെ അതിജീവിക്കാൻ സാധിക്കുന്നത്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ചുമ്മാ വിലപിക്കുന്നതിനെ പറ്റിയല്ല, പാപങ്ങളെ പറ്റി വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. 2 കാഴ്ചപ്പാടുകളാണ്. ഈ ലോകത്തിനേക്കാളും അപ്പുറത്ത് കിട്ടേണ്ട ഒരു കാര്യത്തെ പറ്റിയുള്ള ബോധ്യമാണ് ഈ വചനത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട്
നമുക്ക് എന്തുകൊണ്ടാണ് ഈ കഷ്ടതകൾ വരുന്നെന്ന് ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അപ്പുറത്ത്, ഈ ലോകത്തിനപ്പുറത്ത് കിട്ടേണ്ട ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ഒരുക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടാവട്ടെ. ഒന്ന് ഉയർന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരും ലോകത്തിന് വേണ്ടിയിട്ടൊന്ന് ആഗ്രഹിക്കട്ടെ. വരാതിരിക്കുന്ന ലോകത്തിൽ നിത്യസൗഭാഗ്യത്തിന് വേണ്ടി ആഗ്രഹിക്കട്ടെ. ഈശോ നമുക്ക് വേണ്ടിയിട്ട് കുരിശിൽ മരിച്ചത് മുഴുവനും നിത്യഭാഗ്യം നേടിത്തരാൻ വേണ്ടിയിട്ടാണ്. കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന് 5-ാമത്തെ അധ്യായം എടുക്കാമോ? കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം, അത് 4-ാമത്തെ അധ്യായത്തിൽ 16 മുതലുള്ള വാക്യങ്ങൾ തന്നെ നമുക്ക് നോക്കാം. നമ്മുടെ പ്രത്യാശ അനശ്വരതയുള്ള പ്രത്യാശയാണ്. അനശ്വരതയില് 16-ാമത്തെ വാക്യം 2 കൊരിന്തോസ് 4:16 മുതൽ നോക്കാം. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, അതായത് നിരാശപ്പെടുന്നില്ല. നമുക്കൊക്കെ ഒത്തിരി പേർക്ക് നിരാശകളാണ്. പക്ഷെ പൗലോസ് പറയാണ്, നിരാശപ്പെടുന്നില്ല, ഞങ്ങൾ തകർന്നു പോകുന്നില്ല. എല്ലാ സൗഭാഗ്യവും കിട്ടിയിട്ടാണോ? അല്ല. പലയിടത്തു നിന്ന് ദൈവരാജ്യത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോഴും തകർക്കപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകുമ്പോഴും പൗലോസ് പറയാണ്, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. കാരണമുണ്ട്. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പുറമെ ഞങ്ങൾക്ക് സകലങ്ങൾ ഉണ്ടാകുന്നുണ്ടപ്പോഴും ഞങ്ങളുടെ ഉള്ളില് ഒരു പവർ ഉണ്ടാകുന്നുണ്ട്. ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടുന്നുണ്ട്. സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവന് എപ്പോഴും ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടും. ഈ സകലങ്ങൾ തകർക്കുകയല്ല, നിരാശയിലേക്ക് നയിക്കുകയില്ല, ഒരു പ്രത്യാശ അവന്റെ ഉള്ളില് ഉണ്ടാകുകയാണ്. അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനമായ ഘടകം എന്ന് പറയുന്നത്. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്. ശ്രദ്ധിക്കുക, ക്ലേശങ്ങൾ നമുക്കൊട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ക്ലേശങ്ങൾ. പക്ഷെ പൗലോസ് ശ്ലീഹ പറയുന്നത് എന്താണ്? ആത്മീയൻ പറയുന്ന കാര്യം ഭൗതികനും ജഡികനുമല്ല, ആത്മീയൻ. അപ്പോൾ ഇത് പറഞ്ഞാൽ ഇത് ആവർത്തിക്കാൻ കാരണം എന്താണ്? ഈ ആത്മീയനാണോ ജഡികനാണോ ലൗകികനാണോ എന്ന് തിരിച്ചറിയാനായിട്ട് ആത്മശോധന ചെയ്യാനാണ് ഇത് ആവർത്തിച്ച് പറയുന്നത്. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുഭവമായൊരു മഹത്വം. ഇന്നത്തെ ക്ലേശത്തിന്, യേശുവിനെ പ്രതി ഏറ്റെടുക്കുന്ന ഓരോ ക്ലേശത്തിനും അനുഭവമായ ഒരു മഹത്വം ഉണ്ട്. ഇത് നമ്മുടെ ഉള്ളിൽ ലക്ഷ്യമാണ്. ഇത് ലക്ഷ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നിരാശ ഉണ്ടാകാതെ പോകും. നിരാശ പെട്ടെന്ന് മാനുഷികമായി വന്നാലും പെട്ടെന്ന് പ്രത്യാശപ്പെടും. എന്നിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ട് നമ്മൾ മറ്റുള്ളവർ നമ്മളെ തളർത്തിക്കളയുന്നുണ്ടാവാം, നമ്മളെ അപമാനിക്കുന്നുണ്ടാകാം, നമ്മളോട് നെഗറ്റീവായിട്ട് പല രീതിയിൽ പെരുമാറുന്നുണ്ടാകാം, നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ ചിലപ്പം തകർച്ചയുണ്ടാകാം. പക്ഷെ ഇങ്ങനെ ബാഹ്യമായി ഞങ്ങൾ ക്ഷയിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആന്തരികമായി ഞങ്ങൾ ശക്തിപ്പെടുകയാണ്. ആന്തരികമായി ശക്തിപ്പെടുന്നതാണ് ആത്മീയമായ കൃപ എന്ന് പറയുന്നത്. അതുകൊണ്ട് അടുത്ത വാക്യം 12-ാമത്തെ വാക്യം പറയാണ്, ദൃശ്യമായവയിലല്ല അദൃശ്യമായവയാണ് ഞങ്ങൾ ലക്ഷ്യം. എന്താണ്? ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാമോ? കൈകൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ആരാധന, 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 ആരാധന. ദൃശ്യമായവരല്ല അദൃശ്യമായ കാര്യത്തിൽ ലക്ഷ്യം വെക്കാനായിട്ട് കർത്താവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ അതിശക്തമായ ഒരു കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ആരാധന, 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 ആരാധന. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. ഇനി 5-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ തൊട്ട് നോക്കാം. 5-ാമത്തെ അധ്യായം. ഞങ്ങൾ വസിക്കുന്ന ഈ ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു.
ഒരു സ്വർഗീയ ഭവനം കരങ്ങളാൽ നിർമ്മിതമല്ലത്, ശാശ്വതമാണ്. അങ്ങനെയുള്ളൊരു സ്വർഗീയ ഭവനം, ദൈവത്തിൽ നിന്ന് തന്നിരിക്കുന്ന ഒരു സ്വർഗീയ ഭവനം. ആ വിസയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ്. അമേരിക്കയ്ക്ക് പോകാനല്ല, ജർമ്മനിക്ക് പോകാനല്ല, ആ സ്വർഗീയ ഭവനത്തിലേക്ക് പോകാനുള്ള ഒരു വിസയ്ക്ക് വേണ്ടി ഞങ്ങളിതാ കാത്തിരിക്കുകയാണ്. അത് മനുഷ്യന്റെ, ആത്മീയ മനുഷ്യന്റെ ദാഹമാണ്. അവിടെ എത്തണം, അവിടെ എത്തണം, അവിടെ എത്തണം എന്നുള്ള അനശ്വരതയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്വർഗീയ ഭവനം. ഒരു സ്ത്രീ പറയുന്നുണ്ട്, ആ ഭവനം പോകാനായിട്ട് എന്റെ ഹൃദയം വെമ്പൽ കൊള്ളുകയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ തന്നെയാണ്. പക്ഷേ ഈശോയെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ഈശോയെ സ്നേഹിച്ചു കഴിഞ്ഞപ്പോൾ ഹൃദയത്തിന്റെ വെമ്പല് മുഴുവനും സ്വർഗീയ ഭവനം ധരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് എന്നുള്ള കാര്യമാണ് തിരിച്ചറിയേണ്ടത്. സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവീർപ്പെടുകയും സ്വർഗീയ വസതി ധരിക്കുവാൻ വെമ്പൽ കൊള്ളുകയാണ്. അതാണ് ആ വചനം എവിടെയാണ്? സ്വർഗീയ വസതി ധരിക്കാൻ വെമ്പൽ കൊള്ളുകയുമാണ്. ക്രിസ്ത്യാനി, നീ നിന്റെ ഉള്ളിൽ ഈ വെമ്പലുണ്ടോ? ഉണ്ടെങ്കിലേ ക്രിസ്ത്യാനിയാവുന്നുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ എന്ത് നേടാമെന്നുള്ള മാത്രമേ ഉള്ളെങ്കിൽ ഈ വെറും ലൗകികനും ജഡികനുമാണ്. എന്നോട് ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ലൗകികനും ജഡികനുമാണെങ്കിൽ ആത്മീയനല്ല. പ്രാർത്ഥിക്കുന്നുണ്ട് ആത്മീയനാണെന്ന് വിചാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇപ്പോഴും ജഡികരും ലൗകികരും മാത്രമായി തീരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് വളർച്ച എന്തിനു വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുന്നു? എന്തിനു വേണ്ടി ദേവാലയത്തിൽ വരുന്നു? എന്തിനു വേണ്ടി ധ്യാന കേന്ദ്രത്തിൽ വരുന്നു? എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു? ലക്ഷ്യം ഈ സ്വർഗീയ ഭവനം ധരിക്കുക എന്നുള്ളതാണ്. ഈ ബോധ്യമുള്ളപ്പോഴാണ് ആ ഒരു കുടുംബത്തിൽ ഇതിനു വേണ്ടിയിട്ടാണ് മക്കളെ നമ്മൾ ജീവിക്കുന്നത്. ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴും, മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴും, ഒരു കുടുംബ പ്രാർത്ഥന നടത്തുമ്പോഴും എന്തിനാ പ്രാർത്ഥിക്കുന്നത് ചോദിക്കുമ്പോൾ ഈ സ്വർഗീയ ഭവനത്തിലേക്ക് എത്താനായിട്ട്, നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ബോധ്യം ക്രിസ്ത്യാനി നിനക്ക് ഉണ്ടാവട്ടെ. ഒന്ന് ചേർന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ധരിക്കുമ്പോൾ ഞങ്ങൾ നഗ്നരായി കാണപ്പെടുകയില്ല. ഞങ്ങൾ നഗ്നരായി കാണപ്പെടില്ല. ഇവിടെ ശൂന്യതയായിട്ട് തോന്നുകയാണെങ്കിൽ അവിടെ എല്ലാം അനുഗ്രഹമായിട്ടാണ് കാണപ്പെടുന്നത്. ഈ കൂടാരത്തിലായിരിക്കുമ്പോൾ തന്നെയും ഞങ്ങൾ ഉത്കണ്ഠാകുലരായി നെടുവേർപ്പെടുന്നു. മൃത്യുവശമായത് ജീവനാൽ വിരസിക്കപ്പെടേണ്ടതിന് പഴയത് മാറ്റിക്കളയാനുള്ള പുതിയത് ധരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ലക്ഷ്യത്തിനാണ് ഞങ്ങളെ ഒരുക്കി ആത്മാവിനെ അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയത് ദൈവമാണ്. ഇതിനുള്ള പ്രേരണ തരുന്ന ആരാണ്? പരിശുദ്ധാത്മാവ്. ഇത് നേടാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് ഞങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അഗ്നിയായി കത്തുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു സ്വർഗീയ വസതിയിലേക്ക് എത്തിപ്പെടാൻ എന്റെ ജീവിതത്തില് ആഗ്രഹം ശക്തമാണെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ ആഗ്രഹം നമ്മൾ ഓരോരുത്തരിലേക്കും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ടത്. ഈ ലോകത്തിന്റെ സ്റ്റാറ്റസ്, ഈ ലോകത്തിന്റെ അഭിമാനം, ഈ ലോകത്തിൽ കിട്ടുന്ന ബഹുമാനം, ഇതെല്ലാം നമ്മുടെ ലക്ഷ്യമായിരിക്കേണ്ടത്. വരും ലോകത്തിൽ കിട്ടേണ്ട ഒരു കാര്യത്തെ പറ്റി അത് ഷുവറായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആ ഒരു കാര്യമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഉള്ളിലെ ബോധ്യം. അത് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കുകയും പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദൈവം ഇത് അഭിലഷിക്കുന്നു. ദൈവം ഇത് അഭിലഷിക്കുന്നതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് മുഖാന്തരം, ഈ വചനങ്ങൾ പറഞ്ഞില്ലേ, ആത്മാവ്, ദൈവം തന്നിരിക്കുന്ന ആത്മാവാണ് ഇതൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ കൂടിയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭൗതിക അനുഗ്രഹങ്ങളൊന്നും വേണ്ട എന്നല്ല, രോഗങ്ങൾ സൗഖ്യമൊന്നും വേണ്ട എന്നല്ല, പ്രതിസന്ധികൾ മാറണ്ട എന്നല്ല പറയുന്നത്. പക്ഷെ ഇതുള്ളപ്പോഴും നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? സ്വർഗം, നിത്യജീവൻ. ഇത് പള്ളിക്കൂത സഭയുടെ ആരാധനക്രമം അനുസരിച്ച് ഇത് പള്ളിക്കൂദാശക്കാലം. ഈ പള്ളിക്കൂദാശക്കാലത്തിൽ സ്വർഗീയ ജെറുസലേമിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വാഞ്ച എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടാകാണ്ടാണ് അനുദിനമുള്ള വായനകൾ ക്രമീകരിച്ച് തിരുസഭ ക്രമീകരിച്ച് തന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഓരോ വായനയും ലക്ഷ്യം വയ്ക്കുന്നത് നമുക്ക് ധ്യാനിക്കാൻ വേണ്ടിയാണ്. എന്തിന്? സ്വർഗീയ വസതി.
നിത്യജീവൻ. ഈ ബോധ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. അത് കിട്ടാൻ വേണ്ടുന്ന ഒരിക്കൽ കൂടെ കൈകൾ ഉയർത്തി ഒന്ന് കുർബാനയിലേക്ക് നോക്കി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ആരാധന. കർത്താവേ, സ്വർഗീയ വസതിയിലേക്ക് എത്തിച്ചേരണമെന്നുള്ള ആ അഭിവാജ്യം ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടോടെ കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം മുഴുവനും ഈ ലോകത്തിന്റെ ബഹുമാനമോ ഈ ലോകത്തിൽ മറ്റുള്ളവർ ഞങ്ങൾക്ക് നൽകുന്ന സ്ഥാനമോ അല്ല, അങ്ങയുടെ മുമ്പിലുള്ള ബഹുമാനം, അങ്ങയുടെ മഹത്വം, ഒളിമങ്ങാത്തതായ മഹത്വം ഞങ്ങൾ ഓരോരുത്തരും അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ മഹത്വത്തിന്റെ വചനങ്ങൾ ശ്രമിക്കുന്ന ഈ നിമിഷം തന്നെ ഈ ആലയത്തിലേക്ക് മഹത്വം ഇറക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ആരാധന, 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 ആരാധന. ഈശോ ആരാധന, ആരാധന. ആ കൃപ നിങ്ങളിലേക്ക് കേൾക്കുന്ന എല്ലാവരിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പി ലേഖനത്തില് 3-ാമത്തെ അധ്യായം, ഫിലിപ്പി ലേഖനത്തില് 3-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങൾ. ഫിലിപ്പി ലേഖനം 3-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങൾ. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം, ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. ഒരു ലൗകിക മനുഷ്യൻ, ഈ ലോകത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യന് ഉള്ള രീതിയെ പറ്റിയാണ് ഇത് പറയുന്നത്. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം എന്ന് പറഞ്ഞാൽ ഇപ്പം തിന്നുക, കുടിക്കുക, സന്തോഷിക്കുക, ജഡത്തിന്റെ സന്തോഷങ്ങളിൽ ജീവിക്കുക, അതാണ് ഒരു ലൗകികന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഭൗമികമായത് 20-ാമത്തെ വാക്യം, ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അറിയത്തില്ല, എന്നോട് കേട്ടോളുക. നമ്മുടെ പൗരത്വം ഉച്ചത്തിൽ പറയാമോ? നമ്മുടെ പൗരത്വം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഭൂമിയിലെ ജീവിതമൊക്കെ തീരും. 100 വർഷത്തിനകം നമ്മളെല്ലാരും മാറും. പക്ഷേ ഒരു നിത്യമായ ഒരു പൗരത്വം, ആ പൗരത്വത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ് പൗരസ്ത്രീയെ നമ്മളെ ഓർപ്പെടുത്തുന്നത്. നിത്യമായ ആ പൗരത്വത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഈ ഭൂമിയിൽ നമ്മൾ ആത്മീയ ജീവിതം എന്തിനു വേണ്ടിയിട്ട് നടത്തുന്നു? ആത്മീയ കാര്യങ്ങൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് നമ്മുടെ സമയവും സാഹചര്യവും ചെലവഴിക്കുന്നു? ആത്മീയതയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിവെക്കുന്നു. ഉത്തരം കൃത്യമായി നമുക്കുള്ളപ്പോൾ ആര് ചോദിച്ചാലും നമുക്ക് ഉത്തരം പറയാൻ പറ്റും. അല്ലെങ്കിൽ ചോദിക്കും, ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും, ചോദിച്ച കാര്യങ്ങൾ, പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അവര് ചോദിച്ചു, ഇത്ര നാളെ പ്രാർത്ഥിച്ചിട്ട് എന്നാ കിട്ടി എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരവൊന്നും ഇല്ലായിരുന്നു. ഉത്തരവുണ്ടായിരിക്കണം. ഇതാണ് ഉത്തരം. നിത്യജീവന് വേണ്ടിയിട്ടാണോ നീ പ്രാർത്ഥിച്ചത്? ഒരമ്മ വന്ന് മക്കൾക്ക് വേണ്ടിയിട്ട് മക്കളുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. ഒരു മകൻ കല്യാണം കഴിച്ചു, ഒരു കുഞ്ഞുങ്ങളുണ്ടാകില്ല. വേറൊരു മകൻ കുടുംബത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അവന് പഠനത്തിൽ നിന്നും അത്ര മെച്ചമൊന്നുമല്ല, കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ഭർത്താവ് മരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി, ഇഷ്ടംപോലെ സമ്പത്തൊക്കെ ഉണ്ട്. പക്ഷെ അമ്മ പറയാണ്, ഒരു കാര്യം ശരിയാകാത്തോണ്ട് എനിക്ക് നിരാശയാണ്. ശരിയാണ്, തീർച്ചയായിട്ടും മാനുഷികമായ രീതിയിൽ തീർച്ചയായിട്ടും വിഷമം ഉണ്ടാകും. മക്കളിൽ നല്ല നിലയിൽ എത്താതെ വരുമ്പോൾ ഏതപ്പനും അമ്മയ്ക്കാണ് വിഷമം ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും വിഷമം ഉണ്ടാകും. പക്ഷെ അതിനൊപ്പം തന്നെ ഞാൻ അമ്മയോട് ചോദിച്ചു, ഈ അമ്മയ്ക്ക് വേണ്ടി ഇത്രയും സൗകര്യങ്ങൾ, ഭൗതികമായ കൃപകൾ കിട്ടിയപ്പോഴും സ്വർഗത്തിന് വേണ്ടിയിട്ട് അമ്മ എത്രമാത്രം നേടിയിട്ടുണ്ട്? സ്വർഗീയ കാര്യങ്ങൾക്ക് വേണ്ടി എത്രമാത്രം ലക്ഷ്യം വെച്ചിട്ടുണ്ട്? ഇത്ര കാര്യമൊന്നും പരിശ്രമിച്ചിട്ടില്ല. നമ്മുടെ ലക്ഷ്യം മുഴുവനും ഭൗതികമായ കാര്യങ്ങൾ. എത്ര കിട്ടിയാലും പോരാത്തൊരവസ്ഥ, ഒന്നും ശരിയാകാത്ത അവസ്ഥ. എല്ലാം ശരിയായാലും വീണ്ടും കുറച്ചുകൂടെ കിട്ടാനുള്ള അവസ്ഥ മാത്രമേ ഉള്ളൂ. പക്ഷെ ആത്മീയൻ അങ്ങനെയല്ല. പൗരത്വം അവിടെയാണെങ്കിൽ, ഇപ്പോൾ അമേരിക്കയ്ക്ക് പോകാനായിട്ട് വിസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടുത്തത് വിറ്റൊഴിയാനായിട്ട് തുടങ്ങും. എത്രമാത്രം സമ്പത്തുണ്ടെങ്കിൽ, എത്ര വലിയ വീടാണ് ഇവിടെ വെച്ചിരിക്കുന്നെങ്കിലും, അച്ഛാ ഈ വീടൊന്ന് വിൽക്കാനായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയും. ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ഒരു വലിയ വീട് വെച്ചിട്ടുണ്ട്. ഒരുത്തൻ അമേരിക്കയിലാണ് ജീവിക്കുന്നത്. വലിയ വീട് വെച്ചിരിക്കുന്നത്, കോടികളുടെയാണ്.
ഇപ്പൊ അവനെ വിൽക്കാൻ നോക്കുകയാണ്. അമേരിക്ക താമസിക്കുകയാണ്. അവന്റെ പൗരത്വം ഇപ്പൊ അമേരിക്കയിലാണ്. ഇവിടെ എങ്ങനെയെങ്കിലും ഈ വീട് വിറ്റ് പോകണം. വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വീട് വിറ്റ് പോകാനായിട്ട്. അപ്പൊ പൗരത്വം അവിടെ ആയതുകൊണ്ട് ഇവിടുത്തെ വേണ്ടെന്ന്. നമ്മുടെ ആത്മീയ ജീവിതത്തിലും പൗരത്വം അവിടെ വേണമെങ്കിൽ ഇവിടുത്തെ കാര്യം കുറച്ച് മതി. മിനിമം കൊണ്ട് ജീവിക്കാൻ നമുക്കൊരു ബലമുണ്ട്. ഈ ബോധ്യമില്ലാത്തപ്പോഴാണ് എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രമേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ആ പൗരത്വത്തിന് വേണ്ടി നമ്മളെ ദൈവം പല രീതിയിൽ ഒരുക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. സ്വർഗീയ കിരീടം നേടാനായിട്ട് ഇവിടെ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളും വേദനകളുടെയും ദൈവം തരുന്നതല്ല, പക്ഷെ ദൈവം കണ്ടിട്ടുണ്ട്. അതിലൂടെ നീ കുറച്ചുകൂടെ വിശ്വാസത്തിൽ വളരണം, പ്രത്യാശയിൽ വളരണം, സ്നേഹത്തിൽ വളരണം. സ്വർഗീയമായ വസതിയിലേക്ക് നിനക്ക് അവിടെ സമ്പാദ്യം ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ട് അനുവദിച്ചു തരുന്ന അനേക കാര്യങ്ങളുണ്ട്. അവിടെ കൂടുതൽ തിളക്കമുള്ളൊരു ജീവിതമുണ്ട്. ഈ ഭൂമിയിൽ തന്നെ ശ്രീകന്മാര് ഈശോയോട് കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, താപമാര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോ മഹത്വം കൊണ്ടു, ദൈവത്തിന്റെ മഹത്വം അവരെ കണ്ടു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ മഹത്വം അവിടെ ഇറങ്ങി. ആ മഹത്വം ഏത് വ്യക്തിയും പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ മോശ പ്രാർത്ഥിച്ചുകൊണ്ടിരുമ്പോൾ വലിയ മഹത്വം അവിടെ ഇറങ്ങി. ഏത് സ്ഥലത്തും വിശുദ്ധിയോടുകൂടി ജനം പ്രാർത്ഥിച്ചാൽ അവിടെ മഹത്വം ഇറങ്ങും. ഈ ആലയത്തിലും ആ മഹത്വം ഇറങ്ങുന്നുണ്ട്. കാരണം മഹത്വത്തിന്റെ ദൈവം വിശുദ്ധ കുർബാനയിലൂടെ നമ്മിലേക്ക് നിറയുന്നുണ്ട്. ആ ദൈവ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. എന്റെ ആത്മീയ ജീവിതം ദൈവ മഹത്വത്താൽ നയിക്കപ്പെടാണ്ട്, കാഴ്ചയിലല്ല വിശ്വാസത്താലാണ് നമ്മൾ നയിക്കപ്പെടേണ്ടത്. കൊറിന്തോസ് എഴുതിയ 2-ാം ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 7-ാം വാക്യം, 2 കൊറിന്തോസ് 5:7 ഇങ്ങനെയാണ് പറയുന്നത്: ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. ഏത് വിശ്വാസം? ഒരു സ്വർഗീയ വസതി എനിക്ക് വേണ്ടിയുണ്ട് എന്നുള്ള വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. ആ വിശ്വാസമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ചങ്കിനകത്ത് പ്രവേശിക്കേണ്ടത്. ഫിലിപ്പി ലേഖനത്തിലെ 3-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം നമ്മൾ നേരത്തെ കണ്ടത് തന്നെ. ഭൗതികമായിട്ട് മാത്രം, എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്നുള്ള ബോധ്യം. ഭൗതികമായിട്ട് മാത്രം ചിന്തിച്ചാൽ സ്വർഗീയ കാര്യങ്ങളെ പറ്റി നമുക്കൊന്നും മനസ്സിലാകില്ല. ഈ സഹനങ്ങളുടെ അർത്ഥങ്ങളെ പറ്റി ഒന്നും മനസ്സിലാകില്ല. സ്വർഗത്തിൽ നമുക്ക് സമ്പന്നരാകാനായിട്ട് യാതൊരു രീതിയിലും സാധിക്കാതെ പോകും. മർക്കോസിന്റെ സുവിശേഷത്തില് 10-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം. ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി പ്രതിഫലം ലഭിക്കാതിരിക്കില്ല. അനുഭവം നോക്കുന്നുണ്ട്. യേശു പ്രതിച്ചു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്ന ആർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാപിതാക്കളും മക്കളും വയലുകളും അതോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. ഈശോയോടുകൂടി നിൽക്കുമ്പോൾ പല ഭൗതിക അനുഗ്രഹങ്ങളും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് നമുക്ക് കിട്ടും, അത് ദൈവം അനുവദിച്ചു തരും. അതോടൊപ്പം തന്നെ ചിലപ്പോൾ പലതരത്തിലുള്ള പീഡനങ്ങളും അതോടൊപ്പം തന്നെ കിട്ടും. ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ യേശുവിനെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ഇതെല്ലാം ഒന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ അതിനേക്കാളുപരി ഏതാണ് തരാൻ ഉദ്ദേശിക്കുന്നത്? നിത്യജീവൻ. ഈശോ വിശുദ്ധ കുർബാനയെ സ്ഥാപിച്ചത് ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. എന്തിനായിട്ടാണ്? പാപമോചനത്തിനായി. പാപം മോചിക്കപ്പെട്ടാലല്ലേ നിത്യജീവൻ കണ്ടെത്തുള്ളൂ. ആ നിത്യജീവൻ തരാനാണ് ഈ വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ടത്, വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുന്നത്. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. പാപമോചനത്തിനായി, സകലരുടെയും പാപങ്ങളുടെ മോചനത്തിനായി. അപ്പൊ പാപങ്ങൾ മോചിക്കപ്പെട്ട് യേശുവിനോട് ഐക്യപ്പെട്ട് നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയിട്ട്, സ്വർഗരാജ്യം നേടാൻ വേണ്ടിയിട്ടാണ് ഈ നിത്യജീവന്റെ അപ്പത്തെ നമ്മൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയ്ക്ക് പോയാൽ വിശുദ്ധ കുർബാന സ്വീകരിക്കണം.
കാഴ്ചക്കാരായി പോയതാ. എന്തിനാ കുർബാനയ്ക്ക് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിത്യജീവന് വേണ്ടിയിട്ടാണ്. എന്റെ ജീവിതം നിത്യതയോട് ചേർന്ന് നിൽക്കുന്നതാണ്. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ എനിക്ക് കിട്ടുന്ന അവസരമാണ് ഈശോയോട് ഐക്യപ്പെടാൻ. ഈ ഉത്തരങ്ങൾ കിട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും ഉത്തരം സ്വർഗീയമായ രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പരിശീലനങ്ങളാണ് ഈ ഭൂമിയിൽ നമ്മൾ നടത്തേണ്ടത്. ചില നമ്മൾ ഉപവസിക്കുന്നതാകാം, പരിത്യാഗം ചെയ്യുന്നതാകാം, ദാനധർമ്മങ്ങൾ നടത്തുന്നതാകാം, ധാരാളമായി ജപമാലയിൽ പ്രാർത്ഥിക്കുന്നതാകാം, ഒരു തീർത്ഥാടനം നടത്തുന്നതാകാം. ആത്മീയ കാര്യത്തിലൊക്കെ ഒരു അനുഗ്രഹമുണ്ട്. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം, 1 തിമോത്തിയോസ് 4:8 ഇങ്ങനെയാണ് പറയുന്നത്. 1 തിമോത്തിയോസ് 4:8. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്, എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. വചനം വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യവുമാണ്. ഈ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് നാം അധ്വാനിക്കുന്നതും പോരാടുന്നതും. എല്ലാ മനുഷ്യരുടെയും വിശിഷ്യ വിശ്വാസികളുടെയും രക്ഷയ്ക്കായി ജീവിക്കുന്ന ദൈവത്തിലാണ് നാം പ്രത്യാശ അർപ്പിക്കുന്നത്. ഈ ലക്ഷ്യത്തിന് വേണ്ടി ഈ ജീവിതത്തിന് വേണ്ടിയിട്ടും വരാനിരിക്കുന്ന ലോകത്തിന് വേണ്ടിയിട്ടും ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഈ ലോകത്തിൽ കുറെ എക്സസൈസുകൾ ചെയ്ത് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അല്ലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ചെറുപ്പക്കാരൊക്കെ ആകുമ്പോൾ പലപ്പോഴും ജിമ്മിലൊക്കെ പോയി ഒന്ന് ശരീരം പുഷ്ടിപ്പെടുത്തി അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് നടക്കുമ്പോൾ ശാരീരികമായ പരിശീലനത്തിന് കുറെയൊക്കെ പ്രയോജനമുണ്ട്. ഓക്കെ, ഗുഡ്. പക്ഷെ ആത്മീയത അത് ഈ ലോകത്തിന് വേണ്ടി മാത്രമല്ല ഉപവസിക്കുന്നു. ഈ ലോകത്തിന് വേണ്ടി മാത്രമല്ല, വരാനിരിക്കുന്ന ലോകത്തിന് വേണ്ടി കൂടെ ത്യാഗം എടുക്കുന്നു. ഈ ലോകത്തിന് വേണ്ടി മാത്രമല്ല, വരാനിരിക്കുന്ന ലോകത്തിന് വേണ്ടി കൂടെയാണ് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം. ഈ പ്രബോധനങ്ങൾ ഒരു ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് ജീവിതത്തിൽ അർത്ഥങ്ങൾ പലതും കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് വരാനിരിക്കുന്ന ലോകത്തെ, ഈ ലോകം മാത്രമല്ല വരാനിരിക്കുന്ന ഒരു ലോകമുണ്ട് എന്നുള്ള ബോധ്യമാണ് നമ്മളെ ബലപ്പെടുത്തേണ്ടത്. കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം, 1 കൊറിന്തോസ് 2:9. 1 കൊറിന്തോസ് 2:9 എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. വരാനിരിക്കുന്ന ലോകത്തെ നമ്മുടെ മനസ്സ് കാര്യമായിട്ട് ഇതുവരെ ഗ്രഹിച്ചിട്ടില്ല. ഗ്രഹിക്കുന്ന വ്യക്തി പിന്നെ ആത്മീയ ജീവിതം വളരെ സന്തോഷമുള്ളതായി മാറും. ഗ്രഹിച്ചിരിക്കുന്ന വ്യക്തിക്ക് ആത്മീയമായ ഒരു അഭിഷേകം എപ്പോഴും ഉണ്ടായിരിക്കും. ഗ്രഹിച്ചിരിക്കുന്ന വ്യക്തി ഈ ലോകത്തിന് വേണ്ടി മാത്രം ജീവിക്കത്തില്ല. ഈ ലോകത്തിലെ കാര്യങ്ങളെ എത്രമാത്രം ഉപേക്ഷിക്കാമോ അതായിരിക്കും ഒരു വ്യക്തിയുടെ ലക്ഷ്യം മുഴുവനും. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമ്മുടെ ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവിനല്ലാതെ മറ്റാരാണ് അറിയുക? അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. നാം സ്വീകരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെ അല്ല, പ്രത്യേക ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെയാണ് തന്നിരിക്കുന്നത്. ഈ ദൈവത്തിന്റെ ആത്മാവാണ് ഇതെല്ലാം ബോധ്യപ്പെടുത്തുന്നത്. ലോകത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കുന്ന വ്യക്തിക്ക് ഇതെല്ലാം ഭോഷത്വമാണ്. ഈ അച്ഛൻ എന്നായി പറഞ്ഞത്? ഞാനല്ല പറയുന്നത്, അച്ഛനും പറഞ്ഞ കാര്യം ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഈ പറയുന്നതെല്ലാം ഭോഷത്വമാണ്. ലോകത്തിന്റെ അരൂപിയുള്ളവൻ പറയും. ഇന്ന് സന്തോഷിച്ചില്ലെങ്കിൽ പിന്നെ എന്നാ സന്തോഷിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ജീവിക്കുന്നത് എന്ന് ചോദിക്കും.
എന്തിനു വേണ്ടിയിട്ടാണ് സഹനങ്ങളെയൊക്കെ ഏറ്റെടുക്കുന്ന ചോദിക്കും. എന്തിനാ കഷ്ടപ്പാടുകളെ ദൈവത്തിന്റെ കൃപയോട് സ്വീകരിക്കുന്ന ചോദിക്കും. പക്ഷെ ദൈവത്തിന്റെ അരൂപിയുള്ളവനുണ്ടല്ലോ, ദൈവത്തിന്റെ അരൂപിയുള്ളവൻ ദൈവാത്മാവ് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ ആ ദൈവാത്മാവ് പറയും, ഈ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ ഒരു നിത്യ സൗഭാഗ്യമുണ്ട്, അവിടെ നിനക്ക് പ്രതിഫലമുണ്ട്. ഇന്ന് മനസ്സിലാകാത്ത പല കാര്യങ്ങളും അന്നേ നമുക്ക് മനസ്സിലാകുള്ളൂ. അന്ത്യവിധി നാളിൽ ദൈവം അതെല്ലാം വെളിപ്പെടുത്തി തരും. അപ്പോൾ അത് കുറെയൊക്കെ നമ്മുടെ മരണസമയത്തും പലപ്പോഴും വെളിപ്പെട്ട് കിട്ടും. അതുകൊണ്ടാണ് പല മനുഷ്യരും ദൈവത്തെ തന്നെ എതിർത്ത് ജീവിക്കുന്ന ചില മനുഷ്യര് വാർദ്ധക്യത്തിലെത്തുമ്പോൾ അറിയാതെ കർത്താവേ എന്ന് വിളിച്ചു പോകുന്നത്. കാരണം ശരീരത്തിന്റെ ബലവും മനസ്സിന്റെ ബലവും ഒക്കെ തീർന്നു കഴിയുമ്പോൾ എന്തിനാ ഞാൻ ജീവിച്ചതെന്നുള്ള ഒരു നിരാശ അവിടെ ഉണ്ടാവും. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടായിരിക്കുന്നത്, ആരും തള്ളിക്കളയുന്നില്ല. അപ്പോഴും അവന്റെ ഉള്ളിലേക്ക് അവസാന നിമിഷമെങ്കിലും മാനസാന്തരപ്പെടാൻ ഒരു കൃപ ആത്മാവ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ആത്മാവാണ് ഈ കൃപയെല്ലാം കൊടുക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള കൃപ തരുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനോട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, ആത്മാഭിഷേകത്തിന് വേണ്ടിയിട്ട്. ഈ ബുദ്ധിയുടെ കട്ടഴിയണം. ഈ ബുദ്ധിയുടെ കട്ടഴിഞ്ഞാലേ ഹൃദയം കൊണ്ട് നമുക്ക് വിശ്വസിക്കാനും സ്നേഹിക്കാനും സാധിക്കുള്ളൂ. അങ്ങനെ ഈ ഹൃദയം കൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന, ഹൃദയം തന്ന് നമ്മളെ സ്നേഹിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിലിരിക്കുന്ന ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട്, മനസ്സിൽ സ്വീകരിച്ചുകൊണ്ട്, ആത്മാവിൽ സ്വീകരിച്ചുകൊണ്ട്, ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തോട് ഒന്നായി ജീവിക്കുന്ന ഒരു ആത്മീയ അഭിഷേകം നമ്മിലേക്ക് നിറയണം. അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ടെന്ന് കൈകളെ എടുത്ത് പ്രാർത്ഥിക്കാമോ, സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ആരാധന, ആരാധന, ആരാധന. സകല സങ്കടങ്ങളും ആകുലതകളും ദുഃഖങ്ങളും രോഗങ്ങളും പീഡകളും ഒക്കെ സമർപ്പിച്ചുകൊണ്ട്, തെറ്റിദ്ധാരണകളും മുറിപ്പെടുത്തലും മുറിവുകളും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചിലത് ദൈവം മാറ്റിത്തരും, ചിലത് തൽക്കാലത്ത് കുറച്ചു നാളത്തേക്കൂടെ അനുവദിക്കും. അത് നമ്മുടെ കുറച്ചുകൂടെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ്. വിശ്വാസത്തിന്, പ്രത്യാശയുടെ സ്നേഹത്തിന്, വിശുദ്ധിയിൽ നമ്മൾ വളരാനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ വളരാൻ വേണ്ടിയിട്ടുമാണ്. ലോകത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആ കൃപ നമ്മളിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ 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 ആരാധന, 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 ആരാധന. വിശുദ്ധ മത്തായി സുവിശേഷത്തിലെ 16-ാമത്തെ അധ്യായം 27-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, മനുഷ്യപുത്രൻ സ്വപിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും താങ്കളുടെ പ്രവൃത്തികളനുസരിച്ച് പ്രതിഫലം നൽകും. ദൈവം ഒരു പ്രതിഫലം നൽകും. ഇത് യാഥാർത്ഥ്യമാണ്. തന്റെ ദൂതന്മാരോട് കൂടെ വരുമ്പോൾ ആ പ്രതിഫലം സ്വീകരിക്കാനായിട്ടുള്ള ആഗ്രഹമാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത്. ഇന്നത്തെ സുഖത്തിന് വേണ്ടി മാത്രം സ്വീകരിച്ചാൽ നാളത്തെ നഷ്ടമായിരിക്കും നമുക്കുണ്ടാകുന്നത്. നാളത്തെ നേട്ടത്തിന് വേണ്ടി ഇന്ന് ജീവിച്ചാൽ അത് നാളെ നമുക്ക് ലാഭമായി മാറും, ലാഭമായി മാറും. അല്ലെങ്കിൽ ഇന്നിനു വേണ്ടി ജീവിക്കുന്നവർക്ക് ജീവിതം മുഴുവനും നഷ്ടം തന്നെയായിരിക്കും, നഷ്ടം, പെരുത്ത നഷ്ടം തന്നെയായിരിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ ആത്മീയതയുടെ അടിത്തറ മുഴുവനും ലക്ഷ്യം മുഴുവനും സ്വർഗത്തിൽ ഒരു ഇടം നേടാനായിട്ട് ആയിരിക്കട്ടെ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയില് 78-ാമത്തെ ഖണ്ഡികയില് ഇങ്ങനെയാണ് പറയുന്നത്, ചിലപ്പോൾ ശരീരത്തിൽ ഭയങ്കര വേദന കയറും ഫൗസ്റ്റീനയ്ക്ക്. അങ്ങനെ വല്ലാതെ വേദന, രാത്രികാലങ്ങളിൽ വല്ലാതെ വേദന വരുമ്പോൾ, വല്ലാതെ ക്ഷീണങ്ങൾ ഉണ്ടാകുമ്പോൾ മഠത്തിലെ മദറും മറ്റു സിസ്റ്റർമാരൊക്കെ ഓടിച്ചെന്നവർ വന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറയും, നാളെ രാവിലെ നമുക്ക് ഡോക്ടറെ കാണാൻ പോകാം കേട്ടോ എന്ന് പറയും. അങ്ങനെ ഡോക്ടറെ കാണാനായിട്ട് പോയി കഴിയുമ്പോൾ ചെക്കിങ് നടത്തി വരുമ്പോൾ ശരീരത്തിന് യാതൊരു പ്രശ്നമില്ല. പിന്നെ പകല് വലിയ കുഴപ്പമൊന്നുമില്ല. രാത്രിയാകുമ്പോൾ വീണ്ടും ഭയങ്കര സമയം. അപ്പോൾ വീണ്ടും ഇവർ സിസ്റ്റർമാർ വരും. ഇങ്ങനെ പല ദിവസം ആയി കഴിഞ്ഞപ്പോൾ ചില ഓടി വരുന്നവരുടെ എണ്ണം കുറയാൻ തുടങ്ങി മഠത്തിൽ. പിന്നീട് ഒന്നും ഒറ്റയ്ക്ക് വരാൻ തുടങ്ങി. പിന്നെ അതിന്റെ കൂട്ടത്തിൽ കുറ്റപ്പെടുത്തലുകൾ. ഇതൊക്കെ വെറുതെയാണ്, കള്ളത്തരമാണ്, സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓരോ അഭ്യാസങ്ങളാണ്. പലതരത്തിലുള്ള കുറ്റപ്പെടുത്തലും വേദനിപ്പിക്കലും മാത്രം അങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ പറയുമ്പോൾ, വേദന എടുക്കുമ്പോൾ നമ്മളൊക്കെ എന്ത് പറയും? ദൈവം ഒന്നും കൂടെയില്ല. ഇത്ര പ്രാർത്ഥിച്ചിട്ട് ഈ വേദനയെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു, ദൈവം കൂടെയില്ല. എന്നാൽ മിസ്റ്റർ ഫൗസ്റ്റീന പറയുന്നുണ്ട്, ദൈവമേ എന്നെ ഒന്ന് സഹായിക്കണം. പ്രാർത്ഥനയാണ്.
ആത്മീയന്റെയും ലൗകികന്റെയും പ്രാർത്ഥനയുടെ വ്യത്യാസം അതാണ്. നമ്മൾ പറയും ദൈവമില്ല, പറയും ദൈവമേ എന്നെ ഒന്ന് സഹായിക്കണേ. എത്ര വേദന വന്നാലും എത്ര കുറ്റപ്പെടുത്തൽ വന്നാലും ആരും സഹായിക്കാനില്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴും പറയും ദൈവമേ എന്നെ സഹായിക്കണേ. ദൈവം എനിക്ക് ദോഷമൊന്നും വരുത്തുന്നില്ല എന്നാണ് ഒരു ആത്മീയന്റെ ഉൾബോധ്യം. അതാണ് ഒരു പാട്ടിങ്ങനെ, ദോഷമായിട്ടൊന്നും എന്നോട് എന്റെ താതൻ ചെയ്യില്ല, അവനെന്നെ അടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. ദോഷമായിട്ടൊന്നും എന്നോട് എന്റെ താതൻ ചെയ്യുകയില്ല, അവനെന്നെ അടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. വളരെ സന്തോഷത്തിലിരിക്കുന്ന വ്യക്തിയൊന്നും അല്ല എഴുതിയത്. ദുഃഖങ്ങളിലൂടെ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തി തന്നെയാണ് എഴുതിയത്. ഇതാണ് ബോധ്യം, ഒരു ആത്മീയന്റെ ബോധ്യം. കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ എന്റെ ദൈവമേ എന്നല്ല ചോദിക്കുന്നത്. ഉത്തരം ആത്മീയൻ പറയും, അങ്ങനെ വന്നാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഫൗസ്റ്റീനെ പറഞ്ഞു, കർത്താവെ എന്നെ സഹായിക്കണമേ. കർത്താവ് എന്നെ സഹായിക്കും. കർത്താവാണ് എന്റെ ഇടയൻ എന്നുള്ള ബോധ്യമാണ്. ദാവീദ് പറഞ്ഞ പോലെ കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. മരണത്തിന്റെ താഴ്വരയിലൂടെ നടന്നാലും അവിടെ തന്നെ സഹായിക്കും. ഇതാണ് ഒരു ആത്മീയന്റെ ബോധ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉത്തരങ്ങളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഈ സ്വർഗീയ വസതിയെ പറ്റിയുള്ള ബോധ്യം, കണ്ണ് കണ്ടിട്ടില്ലാത്തത്, കാത് കേട്ടിട്ടില്ലാത്തത്, ഹൃദയം ആസ്വദിച്ചില്ലാത്ത ഒരു സ്വർഗഭാഗ്യം എനിക്കുണ്ട്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഓർമ്മിച്ചോണം. പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും എന്ത് ഭൗതികമായ ആത്മീയമായ കാര്യത്തിനും പ്രാർത്ഥിക്കുമ്പോഴും ഉള്ളിലെ ബോധ്യം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ആ ആത്മീയ മഹത്വമാണ് നമ്മൾ ഓരോരുത്തരും നിറഞ്ഞു കവിയേണ്ടത്. പത്രോസ്ലീഹയുടെ ഒന്നാം ലേഖനം 1-ാമത്തെ അധ്യായം, പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 1-ാമത്തെ അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ സഹനങ്ങളെ പറ്റിയും കൂടിയാണ്. സഹനത്തിന്റെ ചില അർത്ഥങ്ങൾ അതിനകത്ത് വരികയാണ്. എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നതിന് പകരം എങ്ങനെ എന്നതിനെ പറ്റിയാണ് ഉത്തരം തരുന്നത്. പത്രോസ്ലീഹയുടെ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. അവിടുന്ന് തന്റെ കാരുണ്യതിരകത്താൽ യേശുക്രിസ്തുവിന്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക. വചനം ചുമ്മാതെ വായിച്ചു പോയപ്പോൾ അതിനകത്ത് കിടക്കുന്ന ഓരോ ആത്മീയ രഹസ്യങ്ങളും പെറുക്കി എടുക്കണം. എന്താണ് ഇത് പറഞ്ഞിരിക്കുന്നതെന്ന്. അവിടുന്ന് തന്റെ കാരുണ്യതിരകത്താൽ, നമ്മൾ വിചാരിക്കുന്നത് കാരുണ്യം എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ നമുക്ക് ഭൗതിക സമൃദ്ധി തരുമെന്നാണ്. അങ്ങനെയല്ല. അത് മാത്രമല്ല തരുന്നത്, അത് തരും. അതോടൊപ്പം തന്നെ ചിലപ്പോൾ നമ്മുടെ ആത്മീയമായി ബലപ്പെടുത്താനുള്ള കാര്യങ്ങളും അവിടുന്ന് അനുവദിച്ചു തരും. തന്റെ കാരുണ്യതിരകത്താൽ യേശുക്രിസ്തുവിന്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശ. ഈശോ മരിച്ച് ഉയർത്തിലൂടെ നമുക്ക് കിട്ടുന്ന പ്രത്യാശ എന്താണ്? സ്വർഗം, നിത്യജീവൻ. അവിടെ ഐക്യപ്പെടുന്നവന് നിത്യജീവനുണ്ട്. ഈ പ്രത്യാശയിലേക്കാണ് യേശുക്രിസ്തുവോട് ഐക്യപ്പെടുന്ന ഒരു ക്രിസ്ത്യാനിക്ക് വളരേണ്ട ഒരു മേഖലയുള്ളത്. നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്ക് നമ്മെ വീണ്ടും അവൻ ജനിപ്പിച്ചു. നമുക്ക് കാരണം വീണ്ടും ജനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ സ്വർഗഭാഗ്യം,
അനാദിയിലെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് പർദീസയിൽ നമ്മളെ സൃഷ്ടിച്ചതിന് ശേഷം ആദ്യ പാപം മൂലം ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം മനുഷ്യന്റെ മുമ്പിൽ അടയ്ക്കപ്പെട്ടത് യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെ തുറക്കപ്പെട്ടു. ആ വാതില് തുറക്കപ്പെട്ടു. ആ തുറക്കപ്പെട്ട വാതിലിലൂടെ പ്രവേശിക്കാനുള്ള അവകാശം നമുക്ക് എല്ലാവർക്കും ദൈവം തന്നിരിക്കുന്നു. ഒന്ന് ചേർന്ന് പറയുമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ അർത്ഥത്തോടുകൂടെ നോക്കുമ്പോഴേ കുർബാനയ്ക്ക് അർത്ഥം മനസ്സിലാകുള്ളൂ. സ്വർഗീയ കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷമിക്കുക, ദയ കാണിക്കുക, കരുണ കാണിക്കുക, എളിമപ്പെടുക, സഹിക്കുക, ഇതെല്ലാത്തിനും അർത്ഥം കിട്ടുന്നത് മുഴുവൻ എവിടെയാണ്? അല്ലെങ്കിൽ മറ്റുള്ളവര് കളിയാക്കുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ ലക്ഷ്യം കാണേണ്ട മുഴുവനും ലക്ഷ്യബോധം മുഴുവൻ നമുക്ക് കിട്ടേണ്ടത് ഇവിടെ അർപ്പിക്കപ്പെടുന്ന ഈ ബലിയിൽ നിന്നാണ്. വിശുദ്ധ കുർബാനയ്ക്ക് വെക്കുമ്പോൾ ഈ സ്വർഗീയ രഹസ്യങ്ങൾ മനസ്സിലാക്കണം. സജീവവും അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ ഓർമ്മസ്ഥലേക്ക് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അവസാന കാലത്ത് വെളിപ്പെടുത്തുന്നതിനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾ വ്യസനിക്കുന്നതിന് വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. ഈ സഹനങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നതിന് കൂടുതൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ബോധ്യം എന്താണ്? ഈ സഹനങ്ങൾ താൽക്കാലികമാണെങ്കിലും അനുദിന കുരിശെടുത്താൽ എനിക്ക് എന്ത് കിട്ടും? സ്വർഗം, നിത്യജീവൻ, സ്വർഗം, ദൈവത്തോടൊപ്പം ജീവിതം. ഇതാണ് ഒരു ആത്മീയന്റെ ആനന്ദം. അതാണ് പത്രോസ്ലിയൊക്കെ വചനങ്ങളിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അവര് ജീവിച്ച രഹസ്യങ്ങൾ തന്നെയാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ സ്വർഗീയ രഹസ്യങ്ങൾ നമ്മൾ നിറയുമ്പോൾ കർത്താവേ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് ഏറ്റു പറയാനായിട്ട് സാധിക്കും. ഡയറിയിൽ 78-ാമത്തെ ഖണ്ഡികയിൽ ഇങ്ങനെ വേറൊരു കാര്യം പറയുന്നുണ്ട്. സമാശ്വാസത്തോടെ പ്രാർത്ഥനകളിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്നതിനേക്കാളും ഫലദായകം കുറച്ച് സഹനങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് എന്നാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവം ഒരു ആത്മാവിനെ അന്ധകാരത്തിൽ സൂക്ഷിക്കുന്നതിന് ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു പുസ്തകത്തിനോ ഏതെങ്കിലും കുമ്പസാരക്കാരനോ ആ ആത്മാവിനെ പ്രത്യാശയിലേക്ക് ആനയിക്കുവാൻ സാധിക്കുകയില്ല. സകലത്തിലും ഒറ്റപ്പെടലിലും നിന്റെ നടുവിലുമൊക്കെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നതാണ് കൂടുതൽ ഫലദായകം. ഏറ്റവും കൂടുതൽ സന്തോഷകരമായിരിക്കുന്ന സമയത്ത് ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിലും വലിയ കൃപ കിട്ടുന്നത് എപ്പോഴാണ്? സഹനത്തിന്റെ സമയത്ത് ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് കരുണയുടെ രൂപത്തിന്റെ അടിയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. ഞാൻ നിന്നിലാണ് ആശ്രയിക്കുന്നത്, നിന്നിൽ മാത്രമാണ് ആശ്രയിക്കുന്നത്. സങ്കീർത്തനം 76 പറയുന്നുണ്ട്, എന്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എന്റെ ബലം. ശരീരവും മനസ്സും കുടുംബവും ഒക്കെ ക്ഷീണിച്ചു പോയേക്കാം. സങ്കീർത്തനം 76:26 എന്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എന്റെ ബലം. ആ ബലമാണ് ഒരു വ്യക്തിയെ മുമ്പോട്ട് ജീവിക്കാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റത്തില്ല. ഈ സഹനങ്ങൾ കടന്നു പോകുമ്പോഴും നമ്മളെ നയിക്കാൻ ദൈവത്തിന് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോഴും നമ്മൾ പറയണം, ദൈവമേ അവിടുന്ന് എന്നെ നയിക്കണമേ, എനിക്ക് ദോഷമായി അവിടുന്ന് ഒന്നും ചെയ്യത്തില്ല. അപ്രതീക്ഷിതമായ ചില നഷ്ടങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആത്മീയമോ ഭൗതികമോ ഏതെങ്കിലും തരത്തിൽ, കുടുംബപരമോ, ചിലപ്പം മക്കളുടെ അകാല വിയോഗമാകാം, അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ അകാല വിയോഗമാകാം, സമ്പത്ത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയതാകാം. എന്നാലും ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ഒരു അഭൗമികമായ ഒരു കൃപ വരികയാണ്. റോമാലേഖനം 8-ാമത്തെ വാക്യം, റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നെന്ന് അറിയാമല്ലോ. അറിയാമോ?
അറിയാമല്ലോ. പൗലോസ്ലീഹയ്ക്ക് ബോധ്യമുണ്ട്. അപ്പോൾ അവിടെ വചനം പഠിപ്പിച്ച, വചനം നൽകിയ റോമാ സഭയോട് പറയാണ്, ഇങ്ങനെ നിങ്ങൾക്ക് അറിയത്തില്ലേ? മല്ലപ്പള്ളിയിലെ സഭയോട് ചോദിക്കുകയാണ്, ഇത് അറിയാമോ? തന്നെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവിടുന്ന് സകലതും എന്ന് പറയുമ്പോൾ സൗഭാഗ്യങ്ങൾ മാത്രമല്ല, അനുഗ്രഹങ്ങൾ മാത്രമല്ല, ചില സകലങ്ങളും നിങ്ങൾക്കത് നന്മയ്ക്കായി ദൈവം പരിണമിപ്പിക്കും. ദൈവം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും. അങ്ങനെ സകലങ്ങളോടെ കടന്നുപോയാൽ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടില്ല. നമ്മുടെ ജീവിതത്തിന് ഒക്കെ കൂടുതൽ അർത്ഥം തരാനായിട്ട് ദൈവത്തിന് സാധിക്കും. നമ്മുടെ പ്രവൃത്തികളുടെ വിജയത്തിനല്ല, അതിനുവേണ്ടിയുള്ള സകലത്തിനാണ് ഞാൻ പ്രതിഫലം നൽകുന്നതെന്ന് മിസ്റ്റർ ഫൗസ്റ്റീനയോട് ദൈവം അരുളി ചെയ്യുകയാണ്. നമ്മുടെ പ്രവൃത്തികളുടെ വിജയത്തിനല്ല, ഈ ധ്യാനം എങ്ങനെ വിജയിപ്പിച്ചു, അതിനല്ല ദൈവം പ്രതിഫലം തരുന്നത്. ഇതിനു വേണ്ടി നീ എന്ത് ത്യാഗം എടുത്തു, അതിനാണ് പ്രതിഫലം തരുന്നത്. ഏത് ത്യാഗത്തിന് സ്വർഗത്തിനാണ് പ്രതിഫലമുള്ളത്. ദൈവം കൂടുതൽ സ്വീകരിക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സകലങ്ങൾ വരുമ്പോൾ പിശാച് നമ്മളെ പ്രേരിപ്പിക്കുന്ന ദൈവത്തെ തള്ളിപ്പറയാറ്റില്ല. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു മേഖല. സകലം എപ്പോഴും വരുമ്പോഴും ദൈവമേ നീ എന്താണ് തന്നെന്ന് ചോദിച്ചുകൊണ്ട് ദൈവത്തെ തള്ളിപ്പറയാനുള്ള പ്രവണതയാണ് പിശാച് തന്നുകൊണ്ടേയിരിക്കുന്നത്. സകലം തന്നതുപോലും പിശാചാണ്. വരുന്നത് ദൈവത്തിന് അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിലൂടെ നമ്മൾ തെറ്റായ ഒരു ബോധ്യത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴും ദൈവമേ ഞാനെങ്കിൽ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ പിശാച് തരുന്ന തെറ്റായ ചിന്തകൾക്ക്, ആ അടിമത്തങ്ങൾ നമ്മിൽ നിന്ന് മാറിപ്പോകുക. അപ്പോൾ ഈ സകലങ്ങൾ സാവകാശം കുറയും. സകലം ഏത് രീതി വന്നോ ആ തിന്മകൾ നമ്മിൽ നിന്ന് മാറിപ്പോകും. അങ്ങനെയാണ് കർത്താവിൽ ആശ്രയിക്കുമ്പോൾ, സകലത്തിൽ ആശ്രയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവിനെ വിളിക്കുമ്പോൾ അവിടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്, സകലങ്ങൾ മാറിപ്പോകുന്നത്, ദൈവകൃപ ഇറങ്ങുന്നത്. ചിലത് മാറാതിരിക്കുമ്പോഴും നമുക്ക് ബലം ലഭിക്കുന്നത് തിന്മകൾക്കെതിരെ ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അത് ചിലപ്പം നമുക്ക് വേണ്ടിയിട്ടായിരിക്കത്തില്ല, നമ്മുടെ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടായിരിക്കും. ചില സഹനങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഒരു വ്യക്തി അനുഭവിക്കുന്ന സഹനം, ചിലപ്പോൾ ഒരു ജീവിത പങ്കാളി ഏറ്റെടുക്കേണ്ട ഒരു സഹനം, അത് വേറൊരാളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മക്കളുടെ, മാതാപിതാക്കളുടെ, സഹോദരങ്ങളുടെ. ആത്മീയൻ വീട്ടിലെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു ആത്മീയൻ എന്ത് ചെയ്യും? സ്വയമായിട്ട് സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, ത്യാഗങ്ങൾ എടുത്തുകൊണ്ട് ലോകത്തിൽ അനേക ആത്മാക്കളെ നേടാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെയാണ് ആത്മീയതയുടെ അടിത്തറകൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്നുള്ള ബോധ്യമുള്ളപ്പോഴാണ് ഞാൻ മാത്രം രക്ഷപ്പെട്ട പോരാ, അനേക ആത്മാക്കളും രക്ഷപ്പെടണം. ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള തീഷ്ണത നമുക്കുണ്ടാകണം. അത് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കും, അനേക ആത്മാക്കളെ രക്ഷിക്കും. നമ്മുടെ തീഷ്ണത കുറയത്തില്ല, പ്രാർത്ഥനാ ജീവിതം ഇല്ലാതെ പോകത്തില്ല. ആത്മാക്കൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈശോയുടെ സ്നേഹമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ആത്മാക്കൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. അതിന്റെ സങ്കടം ഉള്ളിലുണ്ടാകും. ആ സങ്കടങ്ങൾ കാരണം പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റത്തില്ല. അനേകം പേര് പറയും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഉറക്കമാണ്, ക്ഷീണമാണ്, പലതും മാറ്റിവെക്കുകയാണെന്ന്. കാരണം ആത്മാവിന് വേണ്ടിയുള്ള തീഷ്ണത എന്റെ ചങ്കിനകത്ത് കേറിയിട്ടില്ല. ഉണ്ടെന്നുണ്ടെന്നൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ. സ്നേഹം കേറിയിട്ടൊന്നുമില്ല. അത് കേറിയാൽ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഉറക്കം പോകും. വീട്ടിൽ പ്രശ്നം ഉണ്ടായാലും ഉറക്കം കിട്ടുമോ? വീട്ടിൽ മക്കളോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും പ്രതിസന്ധിയിലാണെങ്കിൽ ഉറക്കം കിട്ടുമോ? ഉറക്കം കിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ തോന്നുമോ? തോന്നത്തില്ല. കാരണം സ്നേഹം കാണുന്നത് പറ്റുന്നില്ലെങ്കിൽ, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി സഹോദരങ്ങളോടുള്ള സ്നേഹം വന്നാൽ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥകളുണ്ട്. അതുണ്ടോ നമ്മുടെ ഉള്ളിലുള്ളത്? ഈ ആത്മീയത ഉണ്ടെങ്കിൽ മാത്രമേ ശരിക്കും നമ്മൾ ആത്മീയതയെ വളർന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ സാധാരണ പ്രാർത്ഥനക്കാരൻ അതിനപ്പുറത്തേക്കൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെയൊക്കെ ഒരുമിച്ച് കൂടുന്നത്, നിരന്തരമായി കൂടുന്നത് ഭൗതിക അനുഗ്രഹം കിട്ടട്ടെ, തീർച്ചയായിട്ടും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. സങ്കടപ്പെട്ട് നിൽക്കാൻ വേണ്ടിയിട്ടല്ല, ആകുലപ്പെട്ട് നിൽക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ അതോടൊപ്പം തന്നെ സ്വർഗീയ വസതി ധരിക്കാൻ ഒരു വെമ്പൽ എന്റെ ഉള്ളിലുണ്ടാകും.
സ്വർഗീയ കാര്യത്തിന് വേണ്ടി ഒരു തീഷ്ണത ഉണ്ടാകണം. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം.